എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ MK രാഘവൻ MP, വളവണ്ണ അബൂബക്കർ ദാരിമി, OP അഷ്റഫ് മൗലവി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെ, മറ്റ് പ്രസീഡിയത്തിലെ അംഗങ്ങളെ, സുഹൃത്തുക്കൾ, സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ഈ ചരിത്ര സംഭവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സമസ്ത കേരള സുന്നി ബാലവേദി സമസ്തയുടെ 14 സംഘടനകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ ഏറ്റവും മഹത്വമുള്ള സംഘടനയാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെയെല്ലാം അണിനിരത്തിക്കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക മേഖലയിലും മതപരമായ പഠന കാര്യത്തിലുമെല്ലാം നല്ല ശിക്ഷണം കൊടുത്തുകൊണ്ടാണ് സമസ്ത കേരള സുന്നി ബാലവേദി മുന്നോട്ട് പോകുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ദൈവവിശ്വാസവും അച്ചടക്കവും സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാനുള്ള കരുത്തും SKSBV നൽകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ മനസ്സിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്ത് വളർന്നു വരുമ്പോൾ അവരെ സമുദായത്തിനും സമൂഹത്തിനും നിലവിളിപ്പുള്ള സംഭാവനകൾ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ദൗർഭാഗ്യവശാൽ കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേളി രംഗമായി മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും പുതിയ പുതിയ ബാറുകൾ, എവിടെ നോക്കിയാലും വലിയ ഗുരുതരമായ മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങൾ. ഇവയൊന്നും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത അവസ്ഥ ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെയാണ് ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി തന്നെ ശ്രദ്ധിക്കുന്നത്. ക്യാഷ് യങ്, ചെറുപ്പത്തിൽ തന്നെ അവരെ പിടികൂടിയാൽ മയക്കുമരുന്ന് ലോബിക്ക് അത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ലോകമെമ്പാടും ഡ്രഗിന്റെ അല്ലെങ്കിൽ ഈ മാരകമായ വസ്തുക്കളുടെ പ്രചരണം വ്യാപകമായി നടക്കുന്നു. കേരളത്തിൽ ഇത് പണ്ടില്ലായിരുന്നു, പക്ഷേ കേരളത്തിലും ഇന്ന് വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല എന്നും മദ്യം ഉപയോഗിക്കത്തില്ല എന്നും നമ്മൾ പ്രതിജ്ഞ എടുപ്പിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അത് മതപഠനം ഒരു വലിയ അളവ് വരെ സഹായിക്കും. ഇന്ന് സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സമസ്ത കേരള ജമാഅത്തുൽ മുഅ്മിനീൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങളാണ് രാജ്യത്തിന്റെ ഭാവി. നിങ്ങളെ ദേശീയ ബോധവും നമ്മുടെ സംസ്കാരവും സാമൂഹ്യ ജീവിതവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. മതനിരപേക്ഷമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ചെറുത്തുനിൽപ്പിൽ യുവാക്കളും വിദ്യാർത്ഥികളും മുന്നിൽ വരേണ്ട കാലമാണ്. മതേതരത്വം പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് രാജ്യത്ത് മതേതര ശക്തികളെ പൂർണ്ണമായും ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഏതായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും MPക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ ധാരാളമുള്ളതുകൊണ്ട് ഞങ്ങൾ ദീർഘമായി സംസാരിക്കുന്നില്ല.
ഈ ഗ്രാൻഡ് മാർച്ച് ഒരു വലിയ വിജയമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അച്ചടക്കമുള്ള, സ്വഭാവശുദ്ധിയുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു ഉത്തമ തലമുറയെ വളർത്തിയെടുക്കാനും മതേതര നിലപാടുകൾ മുറുകെ പിടിക്കാനും സാധിക്കട്ടെ. അതിന് സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളും സെക്രട്ടറി ഷേഖുന ഉമർ ഫൈസി മുക്കം അവർക്കും പണ്ഡിത ശ്രേഷ്ഠന്മാർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.